ബെൻസൺ, ഇന്ന് ഞാൻ നിനക്കൊരു വലിയ വീരന്റെ കഥ പറഞ്ഞുതരാം. അമ്മ സോഫിയ തന്റെ മകനെ അരികിലിരുത്തി പറഞ്ഞു. ബെൻസൺ വലിയ കണ്ണുകളോടെ അമ്മയെ നോക്കി. അമ്മേ, ആരാണാ വീരൻ? അവൻ കൗതുകത്തോടെ ചോദിച്ചു. അവന്റെ പേര് സാംസൺ എന്നാണ്. അവൻ നിന്നെപ്പോലെ തന്നെ മിടുക്കനായിരുന്നു, സോഫിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു വലിയ കളിമൺ കാട്ടിലായിരുന്നു സാംസൺ താമസിച്ചിരുന്നത്. അവിടെ വലിയ മരങ്ങളും വർണ്ണാഭമായ പൂക്കളും ഉണ്ടായിരുന്നു. സാംസൺ ഒന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല. അവൻ എന്നും കാട്ടിലൂടെ പുതിയ കാര്യങ്ങൾ തിരഞ്ഞു നടക്കുമായിരുന്നു. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ മരക്കഷ്ണമുണ്ടാകും. അത് അവന്റെ ധീരതയുടെ അടയാളമായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ സാംസൺ ഒരു വലിയ ശബ്ദം കേട്ടു. എന്ന് ആരോ കരയുന്നത് പോലെ തോന്നി. സാംസൺ പെട്ടെന്ന് നിന്നു. അവൻ തന്റെ ചെവി കൂർപ്പിച്ചു പിടിച്ചു. ഇത് എവിടെ നിന്നാണ് വരുന്നത്? അവൻ സ്വയം ചോദിച്ചു. ഭയപ്പെടുന്നതിന് പകരം ആ ശബ്ദം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. അമ്മേ, സാംസണ് പേടിയായില്ലേ? ബെൻസൺ പേടിയോടെ അമ്മയുടെ കൈ പിടിച്ചു. സോഫിയ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല മോനെ, മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നവർക്ക് പേടി തോന്നില്ല. സാംസൺ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതുക്കെ നടന്നു. കാടിന്റെ നടുവിലെത്തിയപ്പോൾ സാംസൺ ആ കാഴ്ച കണ്ടു. ഒരു വലിയ സിംഹം ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. സാംസൺ ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷേ സിംഹം ഗർജിക്കുകയായിരുന്നില്ല. അത് വേദന കൊണ്ട് കണ്ണുനീർ വാർക്കുകയായിരുന്നു. സിംഹത്തിന്റെ മുഖത്ത് വലിയ സങ്കടം സാംസൺ കണ്ടു. സാംസൺ പതുക്കെ സിംഹത്തിനടുത്തേക്ക് നീങ്ങി. അവൻ വിചാരിച്ചു, ഈ വലിയ സിംഹത്തിന് എന്തുപറ്റി കാണും? സാംസൺ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മെല്ലെ ചോദിച്ചു, നിനക്കെന്തിനാണ് സങ്കടം? ഞാൻ നിന്നെ സഹായിക്കട്ടെ. സാംസന്റെ ശബ്ദം കേട്ട് സിംഹം തല ഉയർത്തി അവനെ നോക്കി. സിംഹം തന്റെ മുൻകാല് സാംസണ് കാണിച്ചുകൊടുത്തു. അതിന്റെ കാലിൽ വലിയൊരു മുള്ളു തറച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു ആ വലിയ വേദനയ്ക്ക് കാരണം. സാംസൺ സിംഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, പേടിക്കണ്ട കൂട്ടുകാരാ, ഞാൻ ഇതിയെ തന്നെ എടുത്തുമാറ്റാം. സാംസൺ ആ മുള്ളു പതുക്കി പിടിച്ചു. അമ്മേ, സാംസൺ അത് മാറ്റിയോ? ബെൻസൺ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അതേ മോനെ, സോഫിയ പറഞ്ഞു. സാംസൺ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ മുള്ളു വലിച്ചെടുത്തു. സിംഹത്തിന് ആദ്യം ചെറിയൊരു വേദന തോന്നിയെങ്കിലും ഉടനെ ആശ്വാസമായി. മുള്ളു മാറിയതോടെ സിംഹത്തിന്റെ സങ്കടം മാറി. അത് സന്തോഷത്തോടെ സാംസനെ നക്കി. അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായി മാറി. അന്നു മുതൽ സാംസൺ ആ കാട്ടിലെ ഏറ്റവും ധൈര്യശാലിയായ കുട്ടിയായി അറിയപ്പെട്ടു. സിംഹം അവനെ എപ്പോഴും സംരക്ഷിച്ചു. അവർ ഒരുമിച്ച് കാട്ടിലൂടെ കളിച്ചു നടന്നു. ധൈര്യമെന്നാൽ വെറുതെ പോരാടുക എന്നല്ല മോനെ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതാണ് ശരിക്കുള്ള ധൈര്യം, സോഫിയ ബെൻസന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ബെൻസൺ ചിരിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. താനും ഒരു വലിയ വീരനായി മാറുന്നത് അവൻ സ്വപ്നം കണ്ടു.